സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളെ, 100-1 പ്രശ്നേഷ് എന്ന ജന്തു എല്ലാ രാജ്യത്തിലും ഇതേപോലെ ഓരോന്നും കാണും. അതേകൂട്ട് നമ്മുടെ ഇന്ത്യയിലും കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലും ഇതേകൂട്ട് ഒരുത്തനുണ്ട്. കേരളത്തിൽ വന്നത് പോട്ടെ, യൂട്യൂബും തുടങ്ങി. ഒരു രാജ്യം നശിക്കാൻ ഒരു ആറ്റം ബോംബ് മതി എന്ന് പറയുന്ന കൂട്ടാണ് യൂട്യൂബ് നശിപ്പിക്കാൻ ഇവനെ പോലുള്ളവൻ മതി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ച വീട്ടിൽ വാഴത്താളം മകനെ പിടിച്ചങ്ങ് ഒടിച്ചെടുക്കാനാണ്. ഇന്നലെ ലൈവ് ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞത് പ്രശ്നേഷിനെ റോസ്റ്റ് ചെയ്യാനാണ്. പിടിച്ചോ പ്രശ്നേഷ് പാർട്ട് 3. ഗൈസ്, അപ്പൊ അധികം പറഞ്ഞ ലാഗാക്കും. ഇന്നലെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി 2K ആണ് സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ്. ആഞ്ഞങ്ങ് ഞെട്ടിക്ക് വീഡിയോയിലിട്ടുക, ലൈക്ക് അടിച്ചേരെ വീഡിയോയിലിട്ടുക. ഫസ്റ്റ് വീഡിയോ നമ്മുടെ പുതിയ പണയ വീട്ടിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് നടന്നൊരു സംഭവം ഉണ്ട്. നമ്മുടെ കറണ്ട് ബില്ല് സാനിറ്റൈസർ വെച്ച് കഴിവാൻ പോവാന്നോ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ താമസിച്ചപ്പോഴത്തേക്കും ഉണ്ടായ കറണ്ട് ബില്ലിന്റെ മുഴുവനും വീഡിയോ നമ്മൾ എടുത്തുകൊണ്ട് KSEBിയിൽ പോയിട്ട് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇവിടെ വന്നപ്പോഴും ഈ ഓണേഴ്സിന്റെ എന്തോ എടുത്താലും ഇവ സാനിറ്റൈസർ ഒഴിച്ചാൽ കഴിവുമോ? അല്ല, ഞാൻ ഇപ്പൊ എന്തോ പറയുന്നേ, പഴത്തിനകത്ത് വരെ സാനിറ്റൈസർ ഒഴിച്ച് കഴിവുന്നതിന്റെ അടുത്താ ഞാൻ ഈ കറണ്ട് ബില്ലിന്റെ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണോ എങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് തരേ. ഇത് പറയാം ഞാനാരെ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. പറഞ്ഞിട്ട് ഇപ്പൊ സോളോ വിന്നറിനെ റോസ്റ്റ് ചെയ്തായിരുന്നില്ലയോ? മെസ്സേജ് ഡിലീറ്റ് ആക്കി ഓടി. അബദ്ധവശാൽ പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു ഫോണും കൂടെ എത്തിപ്പെട്ടു. അതങ്ങ് ഡോക്യുമെന്റ് ചെയ്തു. അബദ്ധവശാലല്ല, പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എന്റെ ഐഫോൺ മേടിച്ചത്. പണിയെടുത്ത് കഷ്ടപ്പെട്ട് മേടിച്ചതാ. എനിക്ക് സോളോ വിന്നർ പറഞ്ഞത് പറയാനുള്ളൂ. മറ്റേ ഇരിക്കുന്ന ഫോൺ ഏതാ? ഐഫോണോ? കമ്പനിക്കാർ നേരിട്ട് വന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് ആ ഫോൺ അങ്ങ് മേടിച്ചോണ്ട് പോകും. സിമ്മൂരിയം കള. അല്ല, ഞാനിത് ആരെടുത്താ പറയുന്നത്? പല്ല് തേച്ചാ സാനിറ്റൈസർ, തിന്നു കഴിഞ്ഞാൽ സാനിറ്റൈസർ, പുട്ടിനകത്ത് സാനിറ്റൈസർ, പഴത്തിനകത്ത് സാനിറ്റൈസർ, കക്കൂസിൽ പോയ സാനിറ്റൈസർ, അവന്റെ എല്ലാത്തിലും ഉണ്ട് സാനിറ്റൈസർ. ഇൻസെന്റിലും കൂടെ ഒരു സാനിറ്റൈസർ അങ്ങ് കൊടുത്തുകൂടായിരുന്നു. പുള്ളിക്കാരെ സോളോ വിന്നറിനെ റോസ്റ്റ് ചെയ്ത് അങ്ങ് വൈറലാവാൻ നിന്നതാ. വയറിലല്ല, എയറില് എന്ന് പറയുന്നത് എന്ത് ശുദ്ധ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്നതിന്റെ മെയിൻ പേജിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസിന്റെയോ അല്ലെങ്കിൽ രോഹിത്തിന്റെയോ അടുക്കലുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഗ്രീൻ ഹൗസിനോടുള്ള സ്നേഹം. ഇവൻ വിചാരിക്കുന്ന ഇവന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ പോയിട്ട് പാടത്തിനകത്തും പുട്ടിനകത്തും ഒക്കെ സാനിറ്റൈസർ ഒഴിച്ച് തിന്നുവാന്ന. ഒരിക്കലും അല്ല. സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ അവർക്ക് ഇതൊന്ന് കണ്ട് ചിരിക്കാൻ വേണ്ടി അവർ നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. Here we have Dettol's original hand sanitizer. Oh, English. And this is the food that we have just ordered. I'm not concerned about the presence of any microorganisms or such pathogens. Such pathogens in this. My main concern is the presence of thermal paper or thermal paper receipts within this packaging. Simple ആയിട്ട് പറഞ്ഞാൽ 4 ചിക്കൻ ബർഗർ ഉണ്ട്. അത് പറഞ്ഞപ്പോ അവന്റെ ഇംഗ്ലീഷ് അങ്ങ് മുട്ടിപ്പോയോ? തുറന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ഞാൻ പിടിക്കാനോ ഇപ്പൊ ഇതെടുത്ത് കഴിക്കാനോ പോണില്ല. കൈ ഫുള്ളായിട്ട് നല്ലോണം കഴുകിയിട്ട് മാത്രമേ നമ്മൾ ഇതിൽ കഴിക്കാവുള്ളൂ. മാത്രമല്ല, കഴിക്കുന്ന കൂട്ടത്തിലാണേലും കൈ മാത്രം ആക്കണ്ട, നീ ആ ബർഗറിലും കൂടെ അങ്ങ് സാനിറ്റൈസർ വെച്ചോ. തീക്കകത്ത് ഇതുണ്ടെന്നും പറഞ്ഞ് മിക്കവാറും ഇവൻ കുളിക്കാൻ ഉപയോഗിക്കുന്നത് സോപ്പിനകത്ത് സാനിറ്റൈസർ ഒഴിച്ചിട്ടായിരിക്കും കുളിക്കുന്നത്. ഓക്കെ, ഇത് മാത്രം ഉണ്ടാക്കുന്നത് നീ ഒന്നും എനിക്ക് ഒന്ന് പറയേണ്ട കാര്യം. എനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നത്. സോ മറ്റുള്ളവന്റെ സ്പേസിൽ കയറി ഇടപെടരുത്. എന്താ വന്നറിയത്തില്ല, ഈ ചെറുക്കന്റെ കണ്ടന്റ് പണ്ട് നല്ലതായിരുന്നു, ഇപ്പൊ വെറും അപ്പി കണ്ടന്റ് ആയിട്ടോണ്ടിരിക്കുന്നത്. സത്യം. അന്ന് നല്ലത് പറയാനായിട്ട് നിന്റെ വീട്ടുകാരെ ആരെയും കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഇതിനാ നല്ലത് പറയാ. സോളോ വിന്നറിന്റെ ഫാമിലി. അന്നേരം കമന്റ് ബോക്സിൽ ഇഷ്ടംപോലെ നല്ലത് കേട്ടെന്നില്ലായിരുന്നോ? ഇപ്പൊ അതിന്റെ ഇരട്ടിയായിട്ടും കേൾക്കുന്നുണ്ടല്ലോ. തൃപ്തിയായി കാണത്തില്ലയോ? അത് വെച്ചോണ്ട് അടങ്ങാനും പോയിരി. സത്യം പറഞ്ഞ എനിക്ക് വിഷമമുണ്ട്. സോളോ വിന്നർ ഇനി വീഡിയോ എങ്ങനെ ഇടും? പാവ ഡിപ്രഷനിൽ പോയി കാണും. എന്തിനാ ഇത്രയൊക്കെ പറയുന്നേ? ഇതാ വഴി, ഇറങ്ങി പൊക്കോ. നീ ഒന്നും എനിക്ക് ഒന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നീ ഒന്നുമല്ല എനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നത്. സോ മറ്റുള്ളവന്റെ സ്പേസിൽ കയറി ഇടപെടരുത്. എന്താ വന്നറിയത്തില്ല, ഈ ചെറുക്കന്റെ കണ്ടന്റ് പണ്ട് നല്ലതായിരുന്നു, ഇപ്പൊ വെറും അപ്പി കണ്ടന്റ് ആയിട്ടോണ്ടിരിക്കുന്നത്. സത്യം. അന്ന് നല്ലത് പറയാനായിട്ട് നിന്റെ വീട്ടുകാരെ ആരെയും കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ചു ഇങ്ങാരുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങാരുടെ ഫാൻസ് മൊത്തം അങ്ങ് പോയിട്ട് സോളോ വിന്നറിനെതിരെ അങ്ങ് തിരികെ വന്നാ. ഇപ്പൊ ഉള്ള കാണികളും കൂടെ അങ്ങ് തിരിഞ്ഞില്ലയോ? എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവൂ.
ഞാൻ എന്തിനാ ഇവന്റെ കണ്ടന്റ് എടുത്തേ? LKG പിള്ളേർക്ക് വിട്ടു കൊടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് വരെ ഉണ്ട് ഇതിനേക്കാളും നിലവാരം. ഇതെന്തുവാ ഇത്? നിക്ക് എന്തുവാടി കാണിക്കാൻ പോണ? പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടാണ് ചൂട് കറി ഒഴിക്കുന്നത്. നിനക്ക് വല്ല ബോധം ഉണ്ടാ? എന്റെ പൊന്നു എനിക്ക് വിശന്ന്. എന്തു കാണിക്കുന്നേ? പ്രസ്റ്റേഷന് വീട്ടിയൊന്നും നടക്കത്തില്ല. ആ ദോശ മര്യാദക്ക് പുട്ടുകൊടത്തി ഇട്ടിട്ട് സാനിറ്റൈസർ ഒഴിച്ച് പുഴുങ്ങിയിട്ട് എടുത്ത് തിന്നാ മതി. അല്ലെങ്കിൽ ദോശ അണുക്കള് കാണത്തില്ലയോ? ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. വീട്ടിൽ പാറ്റയെ കൊല്ലാൻ അടിക്കുന്ന മരുന്ന് തൊട്ട് പല്ലിയൊക്കെ ഉപയോഗിക്കുന്ന പേസ്റ്റ് വരെ ഏത് ഉപയോഗിക്കണമെന്ന് ചോദിക്കുന്നത് നമ്മടുത്ത് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം? അവൻ വീട്ടിൽ മാറ്റി വെച്ചിരുന്ന ഹിറ്റ് എവിടാന്ന് അവൻ അറിയണം. പണ്ടം കണ്ട് ആരാണ്ട് കളഞ്ഞിട്ട് പോയ സ്വർണ്ണം എവിടാന്ന് അവൻ അറിയണം. കാറിന്റെ ബുക്കും പേപ്പറും എവിടാന്ന് അവൻ അറിയണം. വീടിന്റെ ആധാരം എവിടുന്നാണെന്ന് അറിയണം. എല്ലാം നമ്മടുത്താ ചോദിക്കുന്നേ. പ്ലാസ്റ്റിക് പാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പുറത്തോട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഭക്ഷണമോ ചൂടായിട്ടുള്ള കറിയൊന്നും ഇടുന്നത് സേഫ് ആയിട്ടുള്ള ശീലമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിവരമുള്ളത് എന്തിനാ പ്ലാസ്റ്റിക് പാത്രം വീട്ടിൽ മേടിച്ച് വെക്കുന്നേ? യൂട്യൂബിൽ ആക്ടിങ് ഏറ്റവും ഒന്നാമത് നിന്നെ തന്നെ ആൾക്കാരങ്ങ് നിർത്തിക്കോളും. അത്രയ്ക്ക് അഭിനയമില്ല അങ്ങ് തള്ളുന്നേ. മണ്ണിനോടൊക്കെ അങ്ങ് ഇഴചേർന്ന് നടക്കുന്നതുകൊണ്ട് നിന്റെ ചാനൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താന്നാ നീ വിചാരിക്കുന്നേ? ഇതോട്ട് നീ റോസ്റ്റ് ചെയ്ത കുറെ എണ്ണം തിരിച്ച് നിന്നെ റോസ്റ്റ് ചെയ്തോണ്ടാ നീ ഇത്രയെങ്കിലും ആയി നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഒന്നും ആവത്തില്ലായിരുന്നു. എന്നിട്ട് നിന്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ച് റോസ്റ്റ് ചെയ്യാത്തവരുടെ ഒക്കെ പകരക്കാരനായിട്ട് കമന്റ് ബോക്സിൽ നിനക്കുള്ളതൊക്കെ അങ്ങ് ആൾക്കാർ തരുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ അവര് റിയാക്ട് ചെയ്യുന്നേ? നീ യൂട്യൂബിൽ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് നിന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാത്തവർക്ക് പകരം കമന്റ് ബോക്സിൽ ആവശ്യത്തിന് കിട്ടുന്നില്ല. പിന്നെ എന്തിനാ അവര് റിയാക്ട് ചെയ്യുന്നത്? എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പുള്ളിക്കാരന്റെ ട്രിക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായി. എല്ലാരും ഈ വിവരക്കേട് കണ്ടോട്ട് വന്ന് കമന്റ് അയക്കുന്ന പുള്ളിക്കാരന്റെ വിചാരം. അപ്പൊ ആ പരിപാടി ഇല്ല. ഇപ്പൊ നേരിട്ട് വന്ന് നടന്ന ഇൻസ്റ്റയിലാത്ത തെറിവിളി. ഇന്നത്തോട്ട് ജീവിച്ചു പോകണമെങ്കിൽ മോനൊരു സാനിറ്റൈസർ കച്ചവടം അങ്ങ് തുടങ്ങ്. ഉള്ള കേരളത്തിലെ സാനിറ്റൈസർ എല്ലാം കൂടെ തീർക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. എന്തായാലും ഇങ്ങനെയുള്ളവന്മാർ ഇതേ കൂട്ട് തന്നെ കൂട്ടിനകത്തും പടത്തിനും അകത്തൊക്കെ സാനിറ്റൈസർ വെച്ച് തിന്നോണ്ടേ ഇരിക്കും. അതുവഴി പൊക്കോട്ടെ. എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലിൽ ഞെക്കിയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക. പിന്നെ അപരിചിതരുടെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഈ കാണുന്ന ലിങ്ക് വെക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.